സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം കുറച്ച് താമസിച്ചു എങ്കിലും പ്രവാസി ക്ഷേമ പെൻഷനും അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരങ്ങളുണ്ട്. എല്ലാ മാസവും നേരത്തെ ലഭിക്കുന്ന പെൻഷനാണ് പ്രവാസി ക്ഷേമ പെൻഷൻ. 2 വിഭാഗങ്ങളിലായി 3000, 3500 എന്നിങ്ങനെയാണ് ആ പെൻഷൻ ലഭിക്കുന്നത്. എന്തായാലും 2-3-4 ദിവസം താമസിച്ചു എങ്കിലും ആ ഒരു പെൻഷനും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ഈ മാസം എത്തിയിട്ടുള്ള ആളുകളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മൾ കാത്തിരിക്കുന്നത് 3200 രൂപ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടാണ്. 2024 ഏപ്രിൽ 24-ാം തീയതിയാണ് ധനമന്ത്രി ഇത് പ്രഖ്യാപിച്ചത്. അതിനുശേഷം കടമെടുപ്പ് ഇന്നലെയാണ് നടന്നത്. ഇന്നലെ ഉത്തരവ് വെബ്സൈറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും വെബ്സൈറ്റിൽ എത്തിയിട്ടില്ല. അതേസമയം 1850 കോടി രൂപ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ധനവകുപ്പ് അനുവദിച്ചു എന്നുള്ള അറിയിപ്പ്. അതേസമയം ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണത്തിന്റെ 2 മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് എത്തിയിട്ടുമുണ്ട്. അവർക്കുള്ള പെൻഷൻ വിതരണം 2 ദിവസം താമസിക്കും. 24-ാം തീയതി ശനിയാഴ്ച മുതലാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക. അപ്പോൾ ഈ വന്നിട്ടുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങൾ ആദ്യം നോക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഉത്തരവ് കിട്ടിയാലേ അറിയുകയുള്ളൂ. നാളെ മുതൽ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക ആയിട്ടുണ്ട്. ഇനി വിതരണം ചെയ്താൽ മാത്രം മതി. നമുക്ക് ലഭിച്ചിട്ടുള്ള പെൻഷൻ ഉത്തരവ് ഇങ്ങനെയാണ്. ധനവകുപ്പ് 2025 മെയ് മാസത്തിൽ 1 മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷനും 1 മാസത്തെ കുടിശ്ശികയും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഉത്തരവ് പ്രകാരം 6,15,050 ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക പെൻഷൻ നൽകുന്നതിന് വേണ്ടി 97,19,88,300 രൂപയും 6,17,236 ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടി 96,85,48,900 രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഉത്തരവിലെ 4-ാം ഖണ്ഡിക പ്രകാരം ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം 24/5/2025 മുതൽ ആരംഭിക്കേണ്ടതും 5/6/2025 പൂർത്തിയാക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ പറയുന്നു. അസംഘടിത തൊഴിലാളി പെൻഷൻ, കർഷക പെൻഷൻ, മത്സ്യത്തൊഴിലാളി പെൻഷൻ, ക്ഷീര കർഷക പെൻഷൻ, ലോട്ടറി തൊഴിലാളി പെൻഷൻ, കയർ തൊഴിലാളി പെൻഷൻ, ഖാദി തൊഴിലാളി പെൻഷൻ, ട്രേഡേഴ്സ് ആൻഡ് വെൽഫെയർ തൊഴിലാളി പെൻഷൻ, ചുമട്ടു തൊഴിലാളി പെൻഷൻ, ആഭരണ തൊഴിലാളി പെൻഷൻ, ചെറുകിട തോട്ടം തൊഴിലാളി പെൻഷൻ, ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി പെൻഷൻ, ബീഡി ആൻഡ് സിഗരറ്റ് തൊഴിലാളി പെൻഷൻ, തയ്യൽ തൊഴിലാളി പെൻഷൻ, കൈത്തറി തൊഴിലാളി പെൻഷൻ, കശുവണ്ടി തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. ഇവർക്ക് പെൻഷൻ വിതരണം ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക. 50 ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടാണ് 850 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത്. എപ്പോൾ വിതരണം തുടങ്ങും എന്നുള്ളത് അതിലാണ് കൃത്യമായിട്ട് അറിയാൻ കഴിയുക. ഇന്ന് വൈകുന്നേരം തുടങ്ങും എന്നാണ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുവരെ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 1 മാസത്തേത്, അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷൻ, അതൊക്കെ കിട്ടിയവരൊന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.